തായ്ലൻഡിലെ ഫുക്കറ്റ് ദ്വീപിൽ എൻ്റെ 3-ാം ദിവസം. താമസിക്കുന്ന പിംനാര ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ പുറത്തിറങ്ങുകയാണ്. നേരം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാഗുകളും പുറത്തേറ്റി ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ കാത്ത് ഒരു ഡ്രൈവർ നിൽപ്പുണ്ട്. അദ്ദേഹം കാറിലേക്ക് നയിച്ചു. ഇന്നലെ തന്നെ ഞാൻ ബുക്ക് ചെയ്തിരുന്നതാണ് കാർ. ഇതിൽ ഇന്ന് ഫുക്കറ്റിലെ കുറെ കാഴ്ചകളിലേക്ക് പോകണം. മുൻ സീറ്റ് എനിക്കായി ഒരുക്കിത്തന്നു ഡ്രൈവർ ചങ്ങാതി. ഇന്ന് ഫുക്കറ്റിന്റെ വ്യത്യസ്തമായ ചില കാഴ്ചകളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓട്ടോ എന്നാണ് ഡ്രൈവറുടെ പേര്. വിചിത്രമാണ് തായ്ലൻഡിൽ പലരുടെയും പേരുകൾ. പത്തോങ് ഏരിയയിൽ നിന്നും ഇന്ന് ചില ക്ഷേത്രങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ എന്നിവയെല്ലാം കാണാൻ പോകാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുക്കറ്റിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങളാണ് കണ്ടത്. ബീച്ചുകളും ടൂറിസ്റ്റ് വില്ലേജുകളും നൈറ്റ് ലൈഫുമെല്ലാം അതിൽ ഉണ്ടായിരുന്നു. ഇന്നാകട്ടെ ചരിത്ര പ്രാധാന്യമാർന്ന ചില സ്ഥലങ്ങളും മറ്റും കാണണം. ഹോട്ടലിന് തൊട്ടുമുന്നിലുള്ള ഒരു ടൂർ ബുക്കിംഗ് ഓഫീസിൽ ഇന്നലെ രാത്രി തന്നെ ഒരു ടാക്സി ഏർപ്പാടാക്കിയിരുന്നു. അതനുസരിച്ച് അവർ പറഞ്ഞയച്ചതാണ് ഈ ടാക്സിക്കാരനെ. പത്തോങ്ങിന്റെ തെരുവുകളാണിത്. രാവിലെ ഇതെല്ലാം ഏതാണ്ടൊരു ആലസ്യത്തിലാണ്. ഇന്നലെ രാത്രിയിൽ കണ്ടതുപോലെ ജനം നിറഞ്ഞു നീങ്ങുന്ന തെരുവല്ല ഇപ്പോൾ ഇത്. വാഹന ഗതാഗതം തീരെയില്ല. അതിന് കാരണമുണ്ട്. പത്തോങ്ങിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട തെരുവുകളെല്ലാം ഉച്ചവരെ ഇങ്ങനെയായിരിക്കും. കാരണം കച്ചവടക്കാർ ഉൾപ്പെടെ എല്ലാവരും പുലർക്കാലത്ത് മാത്രമാവും ഇവിടെ നിന്നും ഉറങ്ങാൻ പോയിരിക്കുക. ടൂറിസവുമായി ബന്ധപ്പെട്ട് രാത്രിജീവിതം ഉത്സവമാക്കുന്ന നഗരങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കും. രാവിലെ ഉറക്കത്തിലോ ആലസ്യത്തിലോ ആയിരിക്കും എല്ലാവരും. ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരെയും ക്ലീനിംഗ് സ്റ്റാഫിനെയും മറ്റുമാണ് ഇത്തരം പ്രദേശങ്ങളിൽ രാവിലെ ജോലിയിൽ കാണുക. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ജോലി തുടങ്ങുന്നത് ഉച്ചയോടുകൂടിയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർന്ന ബ്രഞ്ചോടുകൂടിയാണ് ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പൽ ആരംഭിക്കുന്നത് തന്നെ. സാധാരണ ബിസിനസ് ഹോട്ടലുകളിൽ രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവസാനിക്കും. എന്നാൽ ഇവിടെയൊക്കെ ഉച്ചവരെ ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കും. ആ സമയത്തേക്ക് പലരും എണീറ്റ് വരികയുമുള്ളൂ. അതിൽ തന്നെ ചിലർ ബീച്ചിലേക്ക് പോവും. അതുമല്ലെങ്കിൽ വെറുതെ കാറ്റുകൊണ്ട് ഹോട്ടൽ മട്ടുപ്പാവിൽ അങ്ങനെയിരിക്കും. ഇത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെ ലൈഫ് സ്റ്റൈലും ടൈം ടേബിളും തന്നെ വ്യത്യസ്തമാണ്. ഉച്ച കഴിയണം പട്ടണമൊന്ന് ഉണർന്നു തുടങ്ങാൻ. ഞങ്ങളങ്ങനെ യാത്ര തുടരവേ എൻ്റെ ഡ്രൈവർ ഓട്ടോയ്ക്ക് ഒരു ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്ത ശേഷം ഓട്ടോ ജാള്യതയോടെ പറഞ്ഞു, "ഇത് താങ്കൾക്ക് വേണ്ടിയുള്ള കാറല്ല. സാറിനെ കൊണ്ടുപോകാനുള്ള കാർ മറ്റൊരിടത്ത് കാത്തുകിടപ്പുണ്ടായിരുന്നു. അയാളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്." അങ്ങനെ ഒരു കുന്നിൻ മുകളിൽ വണ്ടി നിർത്തി അടുത്ത വാഹനം വരുന്നതുവരെ കാത്തു നിൽക്കുകയാണ്. കാരോൺ എന്ന ബീച്ചാണ് താഴെ കാണുന്നത്. പത്തോങ് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ഇതും. തീരത്തോട് ചേർന്ന് കടലിൽ അങ്ങിങ്ങായി ചില തുരുത്തുകൾ. അടുത്ത കാറെത്തി. ലാങ് എന്നാണ് ഇതിലെ ഡ്രൈവറുടെ പേര്. ഓട്ടോയുടെ കാറ് അച്ചടക്കത്തിന്റെയും വൃത്തിയുടെയും പര്യായമായിരുന്നെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. ഡ്രൈവർക്ക് അല്പസ്വല്പം ഇംഗ്ലീഷ് അറിയാം. ഓട്ടോ അവന്റെ കാറിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ലാങ് തന്റെ കാർ ഒതുക്കിയിട്ട് അതിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഓട്ടോയുടെ കാർ ബുക്ക് ചെയ്തവർ വന്ന് തിരക്കിയപ്പോഴാണ് ലാങ് അബദ്ധം മനസ്സിലാക്കി ഓട്ടോയെ ഫോണിൽ വിളിച്ചത്. ഈ ദൃശ്യങ്ങൾ വൃത്തിയായി കാണുന്നുണ്ടെങ്കിൽ അരമണിക്കൂറെടുത്ത് ഞാനും ലാങ്ങും ചേർന്ന് കാറിന്റെ ഗ്ലാസ് ക്ലീൻ ചെയ്തത് കൊണ്ടാണെന്ന് അറിയണം. ഇപ്പോൾ കാരോൺ ബീച്ച് ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. പത്തോങ് ആഘോഷത്തിന്റെ തെരുവാണെങ്കിൽ ഇവിടം ശാന്തമാണെന്ന വ്യത്യാസമുണ്ട്. ശബ്ദഘോഷങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒഴിവായി ശാന്തമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്കുള്ള സ്ഥലമാണ് കാരോൺ ബീച്ച്. പത്തോങ്ങിൽ നിന്നും ഏതാനും കിലോമീറ്ററിന്റെ ദൂരമേയുള്ളൂ ഇവിടേക്ക്. ഒരു കുന്ന് കയറി ഇറങ്ങിയാൽ കാരോൺ ബീച്ചിലെത്താം. മനോഹരമായ വെള്ളിമണൽ തീരം. അതിനോട് ചേർന്ന് ഹോട്ടലുകളും ഗസ്റ്റ് ഹൗസുകളും എന്റർടൈൻമെന്റ് കേന്ദ്രങ്ങളുമെല്ലാം ഉണ്ട്. വാക്കിംഗ് സ്ട്രീറ്റ് ഇവിടെയില്ല. റിസോർട്ടുകളുടെ ഒരു കേന്ദ്രമാണ് കാരോൺ. 10-15 മുതൽ 100-200 മുറികൾ വരെയുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും പാതയുടെ ഇടതുഭാഗത്ത് കാണാം.
വലതുവശത്താകട്ടെ വിശാല കടൽ തീരമാണ്. ഫുക്കറ്റിലെ രണ്ടാമത്തെ വലിയ ബീച്ചാണ് കാരോൺ. 3 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. പൂർണ്ണമായും പബ്ലിക് ബീച്ചാണ് കാരോൺ. ബീച്ചിനെ അതിരിടും വിധത്തിൽ റോഡ് കടന്നുപോകുന്നു എന്നതാണ് അതിന് കാരണം. മറ്റിടങ്ങളിൽ ബീച്ചിന് അഭിമുഖമായുള്ള റിസോർട്ടുകൾക്ക് പ്രൈവറ്റ് ബീച്ച് ഏരിയകളുണ്ട്. എന്നാൽ ഇവിടെ ഹോട്ടലുകളും റിസോർട്ടുകളുമെല്ലാം പാതയ്ക്ക് അഭിമുഖമായാണുള്ളത്. മിനി ഗോൾഫ് കോഴ്സ്, സ്നോർക്കലിംഗ് പോയിന്റുകൾ, സ്പാകൾ, 5 സ്റ്റാർ ഡൈവ് റിസോർട്ട് എന്നിവയെല്ലാമുണ്ട് കാരോണിൽ. മനോഹരമായ ഒരു പ്രദേശം. 2004 സുനാമിയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശമാണിത്. കാരോൺ ബീച്ച് കഴിഞ്ഞ് അല്പം മുന്നോട്ട് ചെന്ന് വലത്തോട്ട് തിരിയുമ്പോൾ മറ്റൊരു ബീച്ചിലേക്കെത്തുന്നു, കാറ്റ ബീച്ച്. ഇവിടെ വണ്ടിയൊന്ന് നിർത്താൻ ഞാൻ ലാങ്ങിനോട് ആവശ്യപ്പെട്ടു. ഇതാണ് കാറ്റ ബീച്ച്. നേരം ഇപ്പോൾ 8:30 ഉള്ളൂ. ബീച്ചിലേക്ക് രാവിലെ തന്നെ സായിപ്പുമാർ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ ബീച്ചിലെ എന്റർടൈൻമെന്റ് പരിപാടികൾക്കാണ് പ്രാധാന്യം. സൺസ്ക്രീൻ പുരട്ടി വെയിലത്തങ്ങനെ സൺബാത്തിന് കിടക്കുന്ന സായിപ്പുമാർ. വലിയ ബഹളങ്ങളില്ലാത്ത ഒരു പ്രദേശമാണ് കാറ്റ ബീച്ച്. സാധാരണയായി സായിപ്പുമാർ മാത്രം വരുന്ന ഒരു കടൽ തീരം. കടലിൽ നീന്താം. ജെറ്റ് സ്കീയിങ് തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങളുമുണ്ട്. ധാരാളം പരമ്പരാഗത ബോട്ടുകൾ തീരത്തോട് ചേർന്നു കിടപ്പുണ്ട്. അതിൽ കയറി കടൽ യാത്ര ചെയ്യാം. കരയിൽ നിന്നും അല്പം അകലെയായി ഒരു ദ്വീപ് കാണാം. അതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഇത്തരം ചെറുദ്വീപുകൾ ഫുക്കറ്റിന്റെ തീരക്കടലിൽ ധാരാളമുണ്ട്. ജനവാസമില്ലാത്ത ദ്വീപുകളാണ്. കാരോൺ ബീച്ചിനോട് ചേർന്ന് കിടക്കുകയാണ് കാറ്റ ബീച്ച്. ശാന്തമായ വെള്ളിമണൽ തീരമായതിനാൽ ഫാമിലി ബീച്ച് എന്നൊരു വിശേഷണം കൂടിയുണ്ട് ഇതിന്. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന തീരങ്ങളിലും കുന്നുകളിലുമെല്ലാം ധാരാളം റിസോർട്ടുകൾ കാണാം. ഇവിടുത്തെ മണലിന് പോലും ധവളിമ അല്പം കൂടുതലാണെന്ന് തോന്നും. കാറ്റയുടെ വെള്ളിമണൽ തീരത്തുകൂടി ഞാൻ നടന്നു. ഒട്ടും അഴുക്കില്ലാത്ത മണൽ തീരം. നദികളൊന്നും ഇവിടെ കടലിൽ വന്ന് ചേരുന്നില്ലാത്തതുകൊണ്ടാവാം ജലം സ്ഫടിക തുല്യവുമാണ്. കുടുംബസമേതം സൺബാത്തിനിറങ്ങുന്നവർ. കുട്ടികളെ സൺസ്ക്രീനും പുരട്ടി തീരത്തേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. അവരാകട്ടെ തീരത്തെ പുഴയിൽ കുഴികുത്തിയും വെള്ളത്തിലിറങ്ങിയും കളിക്കുന്നു. മാതാപിതാക്കളൊന്നും ഇവരെ ശ്രദ്ധിക്കുന്നതേയില്ലെന്ന് തോന്നും. ഈ ശുനകൻ പോലും സായിപ്പുമാരുടെ കൂടെ വന്നതാണ്. ഇവിടെ കടലിനാഴം നന്നേ കുറവാണ്. പലരും രാവിലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. പരമ്പരാഗത മരബോട്ടുകളും അല്പം കൂടി വലിയ ഡബിൾ ഡെക്കർ ബോട്ടുകളും കാണാം. ഇതാണ് തായ്ലൻഡിന്റെ പരമ്പരാഗത ബോട്ടുകൾ. ഇത്തരം ബോട്ടുകൾ വാടകയ്ക്കെടുക്കാം. ചെറിയ ക്രൂസുകൾ നടത്താവുന്ന ബോട്ടുകളാണ്. രാവിലെ തന്നെ ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് ദ്വീപുകളുടെ സമീപത്തേക്കെല്ലാം പോകാം. ടൂറിസ്റ്റ് ദമ്പതികൾ വാടകയ്ക്കെടുത്ത ഒരു ബോട്ട് യാത്ര പുറപ്പെടുകയാണ്. ഞാൻ കാറ്റ ബീച്ചിൽ ഒന്ന് ചുറ്റി നടന്നു. ഇനി ഇവിടെ നിന്നും സഞ്ചാരം തുടരണം. കാറ്റ ഗ്രാമത്തിലൂടെയാണ് കാർ പോകുന്നത്. 5-10 ഏക്കർ വിസ്തൃതിയുള്ള വലിയ തൊടികൾ. അവയിലെല്ലാം മനോഹരമായ റിസോർട്ടുകളാണ്. 5 സ്റ്റാർ റിസോർട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. ഇത്തരത്തിലുള്ള നിരവധി റിസോർട്ടുകൾ ഈ ഭാഗത്തുണ്ട്. ഫുക്കറ്റിന്റെ തെക്കൻ ഭാഗമാണിത്. കാറ്റ പ്രദേശം കഴിഞ്ഞാൽ പിന്നെ അധികം ദൂരമില്ല തെക്കൻ ഫുക്കറ്റിലേക്ക്. ഇവിടെ നിന്നും ചലോങ് ഏരിയയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. യാത്രയിൽ ഇക്കാണുന്ന ഒരു സ്ഥാപനം പോലും പ്രദേശവാസികൾക്ക് വേണ്ടിയുള്ളതല്ല. എല്ലാം ടൂറിസ്റ്റുകൾക്കുള്ളവ തന്നെ. നേരെ മുന്നിൽ ഒരു മല. അതിനു മുകളിൽ വലിയൊരു ബുദ്ധപ്രതിമയുണ്ട്. ബിഗ് ബുദ്ധ സ്റ്റാച്യു എന്ന് അതറിയപ്പെടുന്നു. ഇടതുവശത്ത് ഇങ്ങനെ സവിശേഷമായൊരു സ്ഥാപനമുണ്ട്. ഹോം പ്രോ വില്ലേജ് എന്നു പേര്. നിരവധി റീറ്റെയിൽ ഷോപ്പുകൾ, ബാങ്കുകൾ,
ടോയ് ഷോപ്പുകൾ, ഫാർമസികൾ എന്നിവയെല്ലാം ചേർന്ന ഒരു സംവിധാനമാണത്. വീട്ടുപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന കടകൾ അവിടെയുണ്ട്. പ്രധാനമായും ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചാണ് ഹോം പ്രോ വില്ലേജ് പ്രവർത്തിക്കുന്നത്. ഫുക്കറ്റിൽ സ്ഥിരവാസമാക്കിയവരും മാസങ്ങൾ നീളുന്ന വാസത്തിനെത്തിയവരുമായ വിദേശികൾ ഏറ്റവും അധികം എത്തുന്ന ഒരിടമാണ് ഹോം പ്രോ വില്ലേജ്. പെയിന്റിങ്ങുകൾ മുതൽ ഫർണിച്ചറുകൾ വരെ ടൂറിസ്റ്റുകൾക്ക് അവിടെ നിന്നും തിരഞ്ഞെടുത്ത് വില നൽകാം. അവർ സ്വന്തം രാജ്യത്തെ വീട്ടിലെത്തുമ്പോഴേക്കും ഈ ഉൽപ്പന്നങ്ങളും പാഴ്സലായി അവിടെ എത്തിയിരിക്കും. ഗുണമേന്മയുള്ള തടികളിൽ തായ് രീതിയിൽ കൊത്തുപണികൾ നടത്തിയ മനോഹരമായ ഫർണിച്ചറുകൾക്ക് പ്രശസ്തമാണ് ഹോം പ്രോ വില്ലേജ്. ഫുക്കറ്റിന്റെ കിഴക്കൻ തീരത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ചലോങ് ഗ്രാമത്തിലേക്ക് കയറിക്കഴിഞ്ഞു. ചലോങ് ഏരിയയിലൂടെ പോകുമ്പോൾ പാതയോരത്ത് ഇക്കാണുന്ന സ്ഥാപനങ്ങളെല്ലാം ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ളത് തന്നെയാണ്. നാട്ടുകാർ യാത്ര ചെയ്യുന്നത് ഇത്തരം വാഹനങ്ങളിലാണ്. എയർ കണ്ടീഷൻഡ് കാറുകളും പാതയിലുണ്ട്. അത് മിക്കതും ടൂറിസ്റ്റുകൾക്കുള്ളവ തന്നെ. ടൂറിസ്റ്റുകളായി ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കിയ വിദേശികളുണ്ട്. 2-3 ദിവസത്തേക്ക് വരുന്ന ബാക്ക് പാക്കർ ടൂറിസ്റ്റുകളുണ്ട്. അവരെല്ലാം വളരെ സാധാരണമായ തായ്ലൻഡിന്റെ ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം. എന്നാൽ സംഘമായി എത്തുന്ന ടൂറിസ്റ്റുകൾ എയർ കണ്ടീഷൻഡ് ബസ്സുകളിലും യാത്ര ചെയ്യുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇവിടെ അടുത്തുള്ള വാറ്റ് ചലോങ് എന്ന ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് ഇന്ന് ആദ്യം പോകുന്നത്. മുന്നിൽ കാണുന്നതാണ് വാറ്റ് ചലോങ്ങിന്റെ പടിപ്പുര. അത് കടന്ന് ക്ഷേത്രമുറ്റത്തെത്തി. നിരവധി കെട്ടിടങ്ങൾ. ഫുക്കറ്റ് ദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കോംപ്ലക്സാണ് വാറ്റ് ചലോങ്. ആകെ 40 ക്ഷേത്രങ്ങളാണ് ഫുക്കറ്റിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വാറ്റ് ചലോങ് തന്നെ. ശ്രീബുദ്ധന്റെ ഒരു അസ്ഥികണ്ഠം വാറ്റ് ചലോങ്ങിലെ ഗ്രാൻഡ് പഗോഡയിൽ സംരക്ഷിച്ചു വരുന്നുണ്ട്. തായ് ക്ഷേത്രങ്ങളുടെയെല്ലാം നിർമ്മാണ ശൈലി അത്ഭുതകരവും രസകരവുമാണ്. വെളുപ്പും ചുവപ്പും സ്വർണ്ണവർണ്ണവും ചേരുന്ന ഒരു പെയിന്റിംഗ് ശൈലി ഇവയ്ക്കെല്ലാമുണ്ട്. തായ് വാസ്തുശൈലിയുടെ പൂർണ്ണമായ ഒരു പ്രതിഫലനം ഈ ക്ഷേത്രങ്ങളിലെല്ലാം കാണാം. ബൈക്കേഴ്സായ ടൂറിസ്റ്റ് ദമ്പതികൾക്ക് പിന്നാലെ ഞാൻ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് നടന്നു. ആനകളെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ആരാധിക്കുന്ന ഒരിടം കൂടിയാണ് തായ്ലൻഡ്. ഇതാണ് വാറ്റ് ചലോങ്ങിൽ പ്രധാന ആരാധനകൾ നടക്കുന്ന ക്ഷേത്രം. ഈ ടെമ്പിൾ കോംപ്ലക്സിലെ തന്നെ പ്രധാന ക്ഷേത്രം ഇതാണ്. വാറ്റ് ചെയ്യതരാരാം എന്ന് ഇതറിയപ്പെടുന്നു. ഇപ്പോൾ പൊതുവെ വാറ്റ് ചലോങ് എന്നറിയപ്പെടുന്നത് ഇതാണ്. ഓരോ ദിവസവും 100 കണക്കിന് ഫുക്കറ്റ് നിവാസികൾ ആരാധനകൾ നടത്താനായി എത്തുന്ന ക്ഷേത്രമാണ് ഇത്. ടൂറിസ്റ്റുകളാകട്ടെ കാഴ്ചകൾ കണ്ടും ഫോട്ടോ എടുത്തും നടക്കുന്നു. കുറെ ബുദ്ധഭിക്ഷുക്കളുടെ പ്രതിമകൾ ഇവിടെയുണ്ട്. ആ പ്രതിമകളിൽ സ്വർണ്ണക്കടലാസ് പതിക്കുന്നതാണ് ഇവിടുത്തെ ഒരു വഴിപാട്. കൗണ്ടറിൽ പണം നൽകി സ്വർണ്ണ സ്റ്റിക്കർ വാങ്ങുന്നു. അത് കൊണ്ടുവന്ന് പ്രതിമകളിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്നു. പ്രതിമകൾ സ്വർണം പൂശാനുള്ള ഭക്തരുടെ സംഭാവനയെന്നും ഈ വഴിപാടിനെ വിശേഷിപ്പിക്കാം. കുറേയേറെ പേർ പ്രതിമകളിൽ സ്റ്റിക്കർ പതിച്ചു വയ്ക്കുന്നുണ്ട്. മറ്റൊരാചാരം ഇതാണ്. കുറെ വർണ്ണക്കമ്പുകൾ ഒരു പാത്രത്തിലിട്ട് കുലുക്കുന്നു. അതിനിടെ ഒരു കമ്പ് പുറത്തു തെറിച്ചു വീഴും. ആ സ്റ്റിക്കിലെ സൂക്തം നോക്കി ഭാഗ്യനിർഭാഗ്യങ്ങൾ മനസ്സിലാക്കുന്നു. ലുവാങ് ഫോ ചീം, ലുവാങ് ഫോ ചോങ് എന്നീ പ്രമുഖരായ 2 ബുദ്ധസന്യാസിമാർക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് വാറ്റ് ചലോങ്. ഒരേ സമയം ബുദ്ധസന്യാസികളും യോദ്ധാക്കളുമായിരുന്നു അവർ. 1876-ൽ ചൈനീസ് വംശജരുടെ സംഘടിത ആക്രമണങ്ങളും കൊള്ളകളും ഫുക്കറ്റിൽ പതിവായിരുന്നു. പ്രാദേശിക ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ചൈനീസ് അക്രമികളെ ചെറുത്തു തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയവരായിരുന്നു ലുവാങ് ഫോ ചീമും ലുവാങ് ഫോ ചോങ്ങും.
പച്ചമരുന്നുകൾ കൊണ്ട് അസുഖങ്ങൾ ഭേദമാക്കുന്നതിൽ അസാമാന്യ കഴിവുള്ളവരുമായിരുന്നു ഈ സന്യാസിമാർ. എത്ര പ്രൗഢമാണ് തായ്ലൻഡിന്റെ വാസ്തുവിദ്യാ ശൈലി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ആനകൾ ഇവർക്കൊരു സുപ്രധാന മൃഗമാണ്. ഐരാവതം തായ്ലൻഡിന്റെ പുരാണങ്ങളിലുമുണ്ട്. തായ്ലൻഡിൽ മാത്രം കാണുന്ന പരമ്പരാഗത കെട്ടിട നിർമ്മാണ ശൈലിയാണിത്. ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും നിർമ്മാണത്തിനാണ് ഈ ശൈലി പ്രധാനമായും ഉപയോഗിക്കുന്നത്. വെടിവഴിപാട് ഈ തായ് ക്ഷേത്രത്തിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ കതിനയാണെങ്കിൽ ഇവിടെ മാലപ്പടക്കമാണ് പൊട്ടുന്നത്. ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിനായി സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പ്രത്യേക നിർമ്മിതിക്കുള്ളിലിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. വെടി പൊട്ടുന്നുണ്ട്, എന്നാൽ വലിയ ശബ്ദമില്ലതാനും. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഉദ്യാന സമാനമായ പ്രദേശത്ത് അങ്ങിങ്ങായാണ് ക്ഷേത്ര കോംപ്ലക്സിലെ കെട്ടിടങ്ങൾ. ക്ഷേത്രങ്ങൾ, സന്യാസിമാരുടെ വാസയിടങ്ങൾ, കാര്യാലയങ്ങൾ, എക്സിബിഷൻ സെന്റർ, മ്യൂസിയം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ മനോഹരമായി വെട്ടിയൊരുക്കിയ അലങ്കാര ചെടികളുള്ള ഉദ്യാനത്തിന് നടുവിലായി ഇങ്ങനെയൊരു മന്ദിരമുണ്ട്. ഫ്രാമഹത് ചേടി ജോം തായി ബരമി പ്രഗത് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. ഇതിനുള്ളിലാണ് ശ്രീബുദ്ധന്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത്. സ്തൂപമാതൃകയിലുള്ള ക്ഷേത്രമാണ്. ബുദ്ധവിശ്വാസത്തിൽ ചിതാഭസ്മമോ തിരുശേഷിപ്പുകളോ സൂക്ഷിക്കുന്നത് സ്തൂപമാതൃകയിലുള്ള നിർമ്മിതിക്കുള്ളിലായിരിക്കണം. മനോഹരമായ കൊത്തുപണികൾ കൊണ്ടും ചിത്രവേലകൾ കൊണ്ടും അതിനെ അലങ്കരിച്ചിരിക്കുന്നു. പരമ്പരാഗത തായ് വേഷം ധരിച്ച പുരുഷനും സ്ത്രീയും. വിവാഹം കഴിഞ്ഞ ഉടനെ ചലോങ് ടെമ്പിൾ കോംപ്ലക്സിലെ മന്ദിരങ്ങളെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണിവർ. മുത്തും അലുക്കുകളുമെല്ലാം കൊണ്ട് അലങ്കരിച്ച വേഷം. അരനൂറ്റാണ്ട് മുൻപ് വരെയും തായ്ലൻഡുകാരുടെ വേഷം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ വിവാഹം പോലുള്ള ആചാരപരമായ അവസരങ്ങളിൽ മാത്രമേ ഭൂരിഭാഗം തായ്ലൻഡുകാരും ഈ വേഷം ധരിക്കാറുള്ളൂ. ദമ്പതികൾ പല രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. തായ്ലൻഡിലും വിവാഹദിനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫോട്ടോഗ്രാഫർമാർ തന്നെയാണ്. ദമ്പതികൾക്കരികിൽ നിന്നും നടത്തം തുടർന്നു. ഇനി ഫ്രാമഹത് ചേടിയുടെ അകത്ത് കയറണം. അതിന്റെ ഒരു നില ഒരു മ്യൂസിയം കൂടിയാണ്. അനേകം ബുദ്ധപ്രതിമകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് പഗോഡ എന്നാണ് ഫ്രാമഹത് ചേടി പൊതുവെ അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയും ഫുക്കറ്റിന്റെ സാംസ്കാരികവും നൈതികവുമായ കാര്യങ്ങളിലെല്ലാം വാറ്റ് ചലോങ് വലിയ സ്വാധീനം പുലർത്തിയിരുന്നു. ഇവിടുത്തെ ബുദ്ധസന്യാസിമാർക്ക് അത്ഭുത സിദ്ധികളുണ്ടെന്നാണ് ഫുക്കറ്റ് നിവാസികൾ വിശ്വസിച്ചിരുന്നത്. നാട്ടിൽ പകർച്ചവ്യാധി പടരുമ്പോൾ പച്ചമരുന്ന് കൊണ്ട് ആളുകളെ രക്ഷിക്കാനും അക്രമികൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ ആയുധമെടുക്കാനും ഇവിടുത്തെ സന്യാസിമാർ മുന്നിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഇതാണ് ഗ്രാൻഡ് പഗോഡയുടെ പ്രധാന കവാടം. ചെരുപ്പിട്ട് അകത്ത് പ്രവേശിക്കാനാവില്ല. പാദരക്ഷകൾ അഴിച്ചുവെച്ച് പടവുകൾ കയറി അകത്തേക്ക് നടന്നു. മുട്ടുമറയ്ക്കാതെ വരുന്ന സ്ത്രീകളെ ഇവിടെ നിന്നും മുണ്ടുടുപ്പിച്ച് അകത്തേക്ക് വിടുകയുള്ളൂ. താഴത്തെ നിലയിലാണ് ശ്രീബുദ്ധന്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിവിടുത്തെ മ്യൂസിയമാണ്. പല കാലങ്ങളിൽ നിർമ്മിച്ച ബുദ്ധപ്രതിമകളാണ് ഇവിടുത്തെ കാഴ്ച. ഇരിക്കുന്നതും നിൽക്കുന്നതും ശയിക്കുന്നതുമായ ബുദ്ധന്മാർ. എല്ലാം സ്വർണ്ണ നിറമാർന്നവയാണ്. പല പ്രതിമകളും മെഴുകുകൊണ്ട് നിർമ്മിച്ചതാണ്. ഫുക്കറ്റിലെ ധനികർ സംഭാവന നൽകിയതാണ് ഇതിലെ മിക്ക പ്രതിമകളും. മ്യൂസിയം ചുവരുകളിൽ ശ്രീബുദ്ധന്റെ ജീവിത സന്ദർഭങ്ങൾ വിവരിക്കുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. ഫുക്കറ്റിൽ ഏറ്റവും അധികം വിശ്വാസികളും ഏറ്റവും അധികം ടൂറിസ്റ്റുകളും സന്ദർശിക്കുന്ന ബുദ്ധക്ഷേത്രമാണ് ഇത്. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ് ചലോങ് ടെമ്പിൾ കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഇതാണ് മ്യൂസിയത്തിലെ പ്രധാന ബുദ്ധപ്രതിമ. അതിനു മുന്നിൽ ഫുക്കറ്റിലെ പൗരപ്രമുഖനായിരുന്ന ഒരാളുടെയും ചലോങ്ങിലെ ആദ്യ മഠാധിപതിയുടെയും പ്രതിമകൾ. പുരാതനമായ പ്രതിമകളൊന്നുമല്ല ഈ മ്യൂസിയത്തിലുള്ളത്.
ഞാൻ ഗ്രാൻഡ് പഗോഡയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വിശാലമായ ഉദ്യാനത്തിൽ ക്ഷേത്ര കോംപ്ലക്സിന്റെ ഭാഗമായ വലുതും ചെറുതുമായ ധാരാളം കെട്ടിടങ്ങൾ. ഉദ്യാനത്തിലൂടെ പുറത്തേക്ക് നടക്കുകയാണ്. 2 നൂറ്റാണ്ടായിട്ടേ ഉള്ളൂ ഇവിടെ ബുദ്ധിസം വ്യാപകമായിട്ട്. എങ്കിലും ഇവിടുത്തെ ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമെല്ലാം തായ്ലൻഡിലെങ്ങും പ്രശസ്തമാണ്. ആ കഥകൾ ഓർത്തുകൊണ്ട് ലാങ് കാറുമായി കാത്തിരിക്കുന്നിടത്തേക്ക് ഞാൻ നടക്കുകയാണ്.